തലസ്ഥാനത്തെ കുരുതിക്കളമാക്കി വീണ്ടും കൊലപാതകം. ശ്രീവരാഹത്ത് കുത്തേറ്റ് യുവാവ് മരിച്ചു. പുന്നപുരം സ്വദേശി മണിക്കുട്ടനാണ് രാത്രിയിൽ മരിച്ചത്. മറ്റ് 2 പേർക്ക് കൂടി കുത്തേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. കരമന സ്വദേശി അനന്തു ഗിരീഷിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തിയതിനെ ഞെട്ടൽ മാറും മുൻപാണ് അടുത്ത കൊലപാതകം. അനന്തുവിന്റെ കൊലപാതകത്തിൽ 12 പേർ പിടിയിലായി. മണിക്കുട്ടന്റെ കൊലപാതകത്തിന് പിന്നിൽ കഞ്ചാവ് മാഫിയാണെന്ന് പോലീസ് പറഞ്ഞു. തലസ്ഥാനത്തെ കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയക്കെതിരെ കർശന നടപടിയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ മുന്നറിയിപ്പ് നൽകി. നാർക്കോട്ടിക് ഡിവൈഎസ്പിയെ നോഡൽ ഓഫീസർ നിയമിച്ച പ്രത്യേക സംവിധാനത്തിന് രൂപം നൽകിയെന്നും കമ്മീഷണർ അറിയിച്ചു. ഈ രണ്ടാമത്തെ മർഡർ ഓൾസോ കുറച്ച് അണ്ടർ ഇൻഫ്ലുവൻസ് ഓഫ് ഡ്രഗ് അബ്യൂസ് തന്നെയാണ്. ഈ മരിച്ച ആൾ സ്വന്തം ഒരു ആൻറ്റി സോഷ്യൽ ആണ്. ഇയാളുടെ പേരിൽ ഒരുപാട് കേസസ് ഉണ്ട്. പ്ലസ് ദ പേഴ്സൺ ഹു ഹാസ് കിൽഡ്, ആ കേസിൽ നമ്മുടെ 3 പേര് ഓൾറെഡി 3 പേര് അക്യൂസ്ഡ് ഉണ്ട്. അതിനകത്ത് 2 പേര് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1 person കിട്ടാനുണ്ട്. അത് പോലീസ് വി ആർ ലുക്കിംഗ് ഫോർ ഹിം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, ഗുണ്ടാ മാഫിയകൾ, കഞ്ചാവ് മാഫിയകൾ ഏത് രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പോലീസിനുള്ളത്? ഇപ്പോൾ പോലീസിനെയും വലിയ വെല്ലുവിളിയാക്കിക്കൊണ്ടാണ് തലസ്ഥാനത്തെ ഗുണ്ടാ മയക്കുമരുന്ന് മാഫിയയുടെ വിളയാട്ടം. 2 കൊലപാതകങ്ങൾക്ക് പിന്നിലും മയക്കുമരുന്ന് കഞ്ചാവ് മാഫിയയുടെ ഇടപെടലുണ്ട് എന്നതാണ് പോലീസിന്റെ കൃത്യമായ സൂചനകൾ. കഴിഞ്ഞ ദിവസം കരമന നടന്ന സംഭവത്തിന് തൊട്ട് പിന്നാലെയാണ് ഇന്നലെ രാത്രി വീണ്ടും ഇവിടെ ശ്രീവരാഹത്ത് ഒരു കൊലപാതകം നടക്കുന്നത്. ഈ കൊലപാതകത്തിലും കഞ്ചാവ് മാഫിയയുടെ ഇടപെടലുണ്ട്. മരണപ്പെട്ട വ്യക്തിക്കും ചില മുൻകാല കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പോലീസ് അല്പസമയം മുമ്പ് കമ്മീഷണറും വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് ഇത്തരം കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ പോലീസ് പുതിയൊരു പദ്ധതി തയ്യാറാക്കിയാണ്. ആന്റി നാർക്കോട്ടിക് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഇത്തരം ആൾക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. സിറ്റി പോലീസ് കമ്മീഷണർ ഇതിനുവേണ്ടി ഒരു പ്രത്യേക പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും വർദ്ധിച്ചു വരുന്ന ഇത്തരം മനുഷ്യ സംഭവങ്ങളിൽ തലസ്ഥാനവാസികൾക്ക് പൊതുവിൽ വലിയ രീതിയിലുള്ള ആശങ്കയും വർദ്ധിച്ചിട്ടുണ്ട്. ടി ജി സജിത്താണ് വിശദാംശങ്ങൾ നൽകി.